കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ച്, ഇവര് ജാക്കറ്റ് ഒന്നും തന്നിട്ടില്ല. എനിക്ക് നീന്താൻ അറിയില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്ക് നീന്താൻ അറിയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. സോ 2 വഴിയാണുള്ളത്, ഒരു ബ്ലൂവും ഒരു യെല്ലോയും. അപ്പം ഞാനിത് ടിക്കറ്റ് എടുത്തു. ഞാൻ ഫൈനലി ഗ്രോട്ടയിൽ പോവാണ്. സോ ബ്ലൂ ഗ്രോത്ത് 2 ലൈൻ ഉണ്ട്, യെല്ലോ ലൈൻ ഉണ്ട്, ബ്ലൂ ലൈൻ ഉണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യെല്ലോ ലൈൻ ഫുള്ളായിട്ട് കവർ ചെയ്യും കുറച്ചും കൂടെ സ്ഥലങ്ങൾ. ബ്ലൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബ്ലൂവിൽ പോയിട്ട് ബ്ലൂവിൽ തിരിച്ചു വരും. അത് 1-1.5 hours എടുക്കുക. അത് ലൈനിനനുസരിച്ചിട്ട്, ഗ്രോത്തോയിലുള്ള ലൈൻ അനുസരിച്ചിട്ട് മാറും. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ലൈൻ എടുത്തത്. മറ്റേത് 2.5 hours പ്ലസ് എടുക്കും. അപ്പോൾ എനിക്ക് 4:40 തിരിച്ചുള്ള ഫെറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം റിസ്ക് എടുക്കണില്ല എന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് മാറിയിട്ട് അവിടെ പോയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം. അതായത് ഈ ടിക്കറ്റ് ഓൺലി വാലിഡ് ടു കേവ് വരെ. അപ്പോൾ കേവിലേക്കുള്ള എൻട്രൻസിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അതാണ് ഇവർ പറഞ്ഞത്. ആ ലൈൻ അനുസരിച്ചിട്ടിരിക്കും നമ്മൾ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്രൊയേഷ്യയിലുള്ളത് മിസ്സാക്കിയത് കൊണ്ട് തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഇറ്റ്. ഐ ഹാവ് ടു സീ ഇത് ഫോർ ഷുവർ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഹോപ്പ്ഫുള്ളി ക്ലൈമറ്റിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ പെട്ടെന്ന് മാറ്റിക്കൂട്ടോ. അതായത് ചിലപ്പം പറ്റൂല എന്നുണ്ടെങ്കിൽ അവർ ക്യാൻസലൊക്കെ ചെയ്യും എൻട്രി. അങ്ങനെയൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഹോപ്പ് ഐ റിയലി ക്യാൻ ഡു ഇറ്റ് ദിസ് ടൈം. ആണ് ബോട്ട് ഡ്രൈവർ. ബോട്ട് ഡ്രൈവർ തന്നെയല്ലേ പറയാം, ഇയാളെ പറയാ. ഇയാളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഐ മീൻ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് നൈസ്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇയാൾ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്തന്നു. എന്തൊരു നല്ല മനുഷ്യൻ. ഐ മീൻ ഈ ബോട്ട് ഡ്രൈവർ ഇയാളാണ് എനിക്കിത് എടുത്തന്നത്. This is amazing. See the water. Super. No words. നോക്ക്, നല്ല രസമുണ്ട് ഈ ബോട്ട് റൈഡ്. ലൈക്ക് ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് സംതിങ് ഓൺ കമ്മിങ് ടു കാപ്രി ഓർ ആന കാപ്രി എന്താണെങ്കിലും you can definitely do this. Trust me. I wish ഞാനിപ്പോൾ യെല്ലോ ലൈൻ എടുത്തിരുന്നെങ്കിലെന്ന്. but it's okay. I cannot get rid of this view. I mean, I'm so happy. This view is amazing. Seriously guys, trust me. സൂര്യൻ പോയി. ഐ മീൻ അപ്പോൾ വേറെ തന്നെ നല്ലൊരു ഫീലാണ്. ഓ, ഐ cannot express this in words. എനിക്ക് അറിഞ്ഞൂടാ ബട്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ബട്ട് ദിസ് ഇസ് ദ തിങ്. അവർ അനൗൺസ്മെന്റ് ചെയ്യുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്നാണ്. 4 ബോട്ട്സ് ഉണ്ട് നമുക്ക് മുന്നിന്. ആക്ച്വലി നമുക്ക് ഈ കുഞ്ഞി ബോട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 4 ആൾക്കാർക്ക് മാത്രമേ ഒരു ബോട്ടിൽ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 18 euros ആണ് ഒരു പേഴ്സണിന് നമ്മൾ പേ ചെയ്യേണ്ടത്. എന്നിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോവുക. പക്ഷെ ഇത് എത്ര സമയം എടുക്കുന്ന അറിയില്ല. നമ്മൾ കൈൻഡ് ഓഫ് ക്യൂയിലാണ്. നല്ല വെയിലാണ്. ഇത് കണ്ടോ, ആ ബോട്ടിൽ 4 പേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിത് ഇങ്ങനെ ഈ ബോട്ടിൽ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഗെറ്റ് ഇൻ ചെയ്യാം. നമ്മുടെ ബോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ വലിയ ടൈം എടുത്തില്ല, ഭാഗ്യം. കാരണം എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് മറ്റേ എൻ്റെ ഫെറി കിട്ടണം. കാരണം അതാണ് ലാസ്റ്റ് ഫെറി എൻ്റെ കമ്പനിയുടെ, ഞാൻ വന്ന കമ്പനിയുടെ. അതിൽ തന്നെ എനിക്ക് തിരിച്ചു വേണം. സോ അടുത്തത് എനിക്ക് തോന്നുന്നു നമുക്ക് കയറാൻ പറ്റും എന്നുള്ളത്. ഇപ്പം നമ്മുടെ ബോട്ടിലുള്ള ആൾക്കാരാണ് ഈ പോണത്. ബോട്ടിൽ ക്യാരി ഞങ്ങൾ. And you can buy the tickets. Usually the best tip for the service is just 10 euro per person if you are enjoying. നമ്മുടെ ബോട്ടിൽ വന്ന എല്ലാവരുടെയും നമ്മളിതാ പോവാണ്. ഞങ്ങളുടെ ബോട്ട് ഓടിക്കണ ആള് എന്താണ് ഈ കയാക്കിംഗ് എല്ലാം ഇത് പറയാ. ഒരു ബോട്ടില് 4 ആൾക്കാരാണ്. അപ്പം നമ്മളിങ്ങനെ കാല് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ട് വേണം പോവാനായിട്ട്. ഈ സൈഡില് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ഇരിക്കുന്നത്. അപ്പുറത്തെ സൈഡില് വേറെ ഒരു കപ്പിളുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് എല്ലാവരും കൂടെ പോകുന്നത്. അവരെല്ലാത്തിനും പ്രൈസ് മാറ്റാൻ തുടങ്ങിട്ടോ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിലും കൂടും. അപ്പൊ ഇവിടെയാണ്, ഇത് വേറെ ബോട്ടിലാണ്. ഈ ബോട്ടിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് പേ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ക്യാഷ് ക്യാരി ചെയ്യുന്നത്. കാരണം എൻ്റെ നെറ്റ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഐ ഹാഡ് ടു പേ വിത്ത് ക്യാഷ്. സോ നമ്മൾ പേ ചെയ്തു. ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ
Oh mamma mia! Oh my god! Oh, oh, Here we oh. are from the entrance Oh. and reflect on the white sand on the bottom. Deep, 25 meters large and 60 meters long. Mai nato sole, più bello è te. This is my long-term wish. Finally, I have made it. Guys, this is the best place for your picture. And 2000 years ago, this grotto was a natural and private swimming pool of Tiberius, the Roman king, the Roman emperor, Tiberius. E volavo, volavo felice, più in alto del sole ed ancora. എല്ലാം നല്ലത് നടക്കട്ടെ എല്ലാവർക്കും. ആക്ച്വലി വലിയ ടൈം എടുത്തില്ല കേട്ടോ. അതെ, 2 മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഒരു 2:30 മുന്നേക്ക് എന്താണെങ്കിലും എത്തും. അപ്പൊ പിന്നെ എനിക്കൊരു 2 hours ടൈം ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ കാപ്രി അവിടെ ഇവിടെ ഒക്കെ നടന്നിട്ട് വേണമെങ്കിൽ വേറെ സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വരാം. എന്റെ കൂടെയുള്ള കുട്ടി തിരിച്ചിപ്പം നേപ്പിൾസിൽ പോവാണ്. സോ നമുക്ക് ആളുടെ അടുത്ത് ബൈ പറയാം. Hey, go. What else to say? How's the trip? How's Capri? It was overrated. It was overrated, but it's cute. It's nice. It's nice. That's where the house of the tourists is. Yeah, of course, it's worth overhyped. visiting. It's worth visiting, yeah. It was nice to be with her. Spend Oh. the time. Thank had you a so company. much. Yeah, it was Beautiful very woman, nice. Beautiful soul. It was nice. I'm Camila Shy, by the way. That's why I'm like, nah. No, you look beautiful. Come on, go. But yeah, so I'm heading to Naples now, and then from there heading to Rome. She's staying in Milan, so we should be able to visit her and see each other again. Hopefully, we'll meet soon, somewhere, sure we will. sometime. Sure. Kisses. Here you go. സോ ആ കുട്ടി പോയി. മെൽക്കോ ആണ് അവളുടെ പേര്. സോ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു തോന്നുന്നു അല്ലേ ഇന്നലത്തെ വീഡിയോയിൽ എന്തോ. എനിവേ, സോ ഇനി ഞാൻ കുറച്ച് സമയം കൂടെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഷീസ് ഗോയിങ് ടു നേപ്പിൾസ്. അപ്പം അവൾ ഫെറി എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ചും കൂടെ ഇവിടെ കറങ്ങി തിരിഞ്ഞിട്ട് സൊറന്റോയിൽ പോവും. എൻ്റെ ഫെറിയിൽ ഞാൻ ടിക്കറ്റ് 2 ways ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ അവിടെയും കുറച്ച് കറങ്ങിയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നാളെ ഞാൻ മോസ്റ്റ്ലി നേപ്പിൾസിലായിരിക്കും പോകുന്നുണ്ടാവുക. ഐ മീൻ മോസ്റ്റ്ലി അല്ല, ഐ ഓൾറെഡി ബുക്ക് ദ ഹോസ്റ്റൽ. അപ്പം ഞാൻ 2 ദിവസത്തേക്ക് ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നേപ്പിൾസിൽ. സോ ഇനി എന്താണുള്ളത് വരുന്ന പോലെ കാണാം. ബട്ട് ഓൾ ഇൻ ഓൾ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ട്രിപ്പ്. കാരണം എനിക്ക് ബ്ലൂ ഗ്രോത്തോ എനിക്ക് എന്തെങ്കിലും ഒരു കേവ്സ് ഇതുപോലെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ എനിവേസ് ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് മിലാനിൽ പോയാൽ കൂടെ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ്. തീരെ പ്ലാനിങ് ഇല്ലെങ്കിലും ഐ മീൻ ഇറ്റ് വെൻറ്റ് ഔട്ട് ലൈക്ക് ഇതിപ്പോൾ എൻ്റെ 4th day അല്ലേ? യാ 4th day. എന്താ പറയുക, നല്ല പ്ലാനിങ്ങിലോട് കൂടെ തന്നെ പോയിട്ടുണ്ട്. ഇനി പ്ലാൻ ചെയ്താൽ പോലും ഇത്ര അടിപൊളിയായിട്ട് പോകുന്ന അറിയില്ല. ബട്ട് എനിവേസ് ഉണ്ടല്ലോ, ഈ ടൂറിസ്റ്റ് അല്ലാത്ത സ്ഥലത്തൊന്നും ആരും ഇല്ല. എല്ലാം കൂടെ ഇങ്ങനെ കാലിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഒന്ന് കാപ്രി എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇവിടുത്തെ ലോക്കൽസൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, പക്ഷെ വലിയ കയറ്റാണ്. എൻ്റെ ബാക്കിലുള്ള ഇത് കണ്ടോ, ഇവരെന്ന് പറയുമ്പം ഇവരുണ്ടല്ലോ തമിഴ് ആൾക്കാരായിട്ടോ, ശ്രീലങ്കൻ. അപ്പം അക്കാന്ന് വിളിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, അക്ക ഇതെന്താണ് അക്കാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ. അപ്പം നോക്കിയപ്പോൾ അവരൊക്കെ ശ്രീലങ്കൻസ് ആയിരുന്നു. എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. എന്താ പറയുക, അവരിവിടെ നേപ്പാളിയിലാണ് കുറേ വർഷങ്ങളായിട്ട്, ഇവിടെ അവിടെ വർക്ക് ചെയ്യണ എല്ലാവരും ശ്രീലങ്കൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ്സ് നൈസ് യു നോ ടു ടോക്ക് വിത്ത് പീപ്പിൾ. അവർ പറഞ്ഞാൽ അങ്ങോട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഇത് ഫുൾ ഇങ്ങനെ ചുറ്റലാണ്. അപ്പോൾ വേണമെങ്കിൽ താഴെ പോയിട്ട് പോർട്ട് സൈഡിലൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും, അവിടെ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാനിനി അങ്ങോട്ടേക്ക് പോവാം. ഞാനിതാ ഇപ്പം എന്തേ പോർട്ട് സൈഡിലേക്ക് വന്നിട്ടുള്ളത് മരീന ദി കാപ്രി.
ഇതാണല്ലേ ഈ ടൂറിസ്റ്റ് ആയിട്ടുള്ള. ആക്ച്വലി ആ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ആൾക്കാരൊന്നും ഇവിടെ കണ്ടത് ഒറ്റ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കിയെല്ലാം ഫുള്ള് കാലി, ആൾക്കാരേ ഇല്ല. ആൾക്കാർ ഈസ് ഓൾവേസ് ഗോയിങ് ഫോർ ദിസ് ടൂറിസ്റ്റി തിങ്. ഇതൊക്കെ കൂടെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഐ എം ജസ്റ്റ് ഗിവിങ് ഇറ്റ് ഫോർ മൈ മെമ്മറി. അതുപോലെ എനിക്ക് അതിന് വലിയ ഫോളോവേഴ്സും വലിയ വ്യൂസ് ഒന്നും ഇല്ല. പക്ഷേങ്കിൽ കുറച്ച് ആൾക്കാരാണെങ്കിലും ദിസ് ഇസ് ദ റോ മീ. ലൈക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പം ശരി, അപ്പം നമ്മളറിയണവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെയാണെന്ന്. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനിത് കുറച്ച് ഇങ്ങോട്ടുള്ള സൈഡിലേക്ക് വന്നു കേട്ടോ. ഇന്നും ആരും ഇല്ല, ഫുള്ള് പോർട്ടും അതൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആൾക്കാരെ കാണുന്നില്ല. ഇനി അങ്ങോട്ട് ഏരിയ അലൗഡ് ആണോ എന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. മനുഷ്യന്മാരില്ല ഇവിടെയൊന്നും നോക്ക്. അതേസമയം അപ്പുറത്ത് അട്ടിക്ക് വെച്ച പോലെ ആൾക്കാരാണ്. ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് വരെ പോയി നോക്കിയിട്ട് വന്നിട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. എത്ര നിയർ ആയിട്ടാണ് നോക്കിയത്. എത്രയോ ബോട്ട്സ് നോക്ക്, ഒത്തിരി ഉണ്ട്. അവരൊന്നും ചോദിക്കുന്ന കാണുന്നില്ല. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം അയാളെ മുന്നിലൂടെ ഞാൻ നടന്നാൽ അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ എൻ്റെ അടുത്ത് പറയല്ലോ അവിടെ പോകാൻ പാടില്ല എന്ന്. അപ്പം അയാളൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നടന്നേക്കാം. ശരിക്കും വാട്ടറിൻ്റെ കളർ കണ്ടോ, ഒരു പച്ച അടിക്കുന്ന ഒരു കളറ്, ടർക്വൈസ് കളർ എന്ന് പറയില്ലേ. ഐ മീൻ എനിക്ക് അതാണ് ഇവിടുത്തെ സീല് ഇഷ്ടമുള്ളൊരു കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് എനിക്ക് പൊതുവേ അങ്ങനെ, ഞാൻ എം നോട്ട് എ സീ പേഴ്സൺ. പക്ഷെ ഇത് കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ എൻ പോയിന്റ് ആയിട്ടോ, ഇനി ഇങ്ങോട്ട് പറ്റത്തില്ല. ഇവിടെ സ്റ്റോപ്പാണ് ഗായ്സ്, ഇവിടെ സ്റ്റോപ്പാണ്. ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യണ സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന്, ഐ മീൻ ഇന്ത്യൻസിനെ എവിടെ പോയാലും കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ ട്രാവൽ ചെയ്താലും ഇന്ത്യൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെയാണ് ജർമ്മൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെ ഞാൻ ഹോസ്റ്റലിൽ, ഫസ്റ്റത്തെ ഹോസ്റ്റലിൽ അർജൻറ്റീന, മെക്സിക്കോ, ജർമ്മൻസ് അങ്ങനെ കുറേ പേരെ കണ്ടു. ഇന്ത്യൻസിനെ മീറ്റ് ചെയ്തു. ഇറ്റാലിയൻസ് ഞാൻ ആക്ച്വലി വളരെ കുറച്ച് മീറ്റ് ചെയ്തിട്ടുള്ളൂ. അതേസമയം ഇപ്പം ഉള്ള ഹോസ്റ്റലിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞൊരു കാലിഫോർണിയ എന്നുള്ളൊരു ആളെ മീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ കുട്ടിയില്ലേ മെൽക്കോ, അവൾ സ്വീഡനാണ്. അങ്ങനെ സോ മോസ്റ്റ്ലി ഞാൻ എപ്പോഴും കം അക്രോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് ഇന്ത്യൻസും ഒന്ന് ജർമ്മൻസും. എപ്പോഴും ആലോചിക്കാറുള്ളത് ആൾക്കാർ എങ്ങനെയൊക്കെയല്ലേ ട്രാവൽ ചെയ്യുന്നത്. അതായത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹു ട്രാവൽ ഫോർ ലക്ഷറി, അതായത് അങ്ങനെ ട്രാവൽ ചെയ്യുന്നതല്ല. ബട്ട് റിയൽ എസൻസ് ഓഫ് ട്രാവൽ, ഐ മീൻ ഐ കൻ നോട്ട് സേ ദാറ്റ്. കാരണം ഓരോരാൾക്കത് ഓരോ രീതിക്കാണ്, അത് പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എനിക്ക് കൂടുതലും എൻ്റെ ആഗ്രഹം എങ്ങനെയാണ് അറിയാം, ഒരു സ്ഥലത്ത് നിന്ന് അവരെ അറിഞ്ഞ് ലോക്കലായിട്ട് ട്രാവൽ ചെയ്യണം റാദർ ദാൻ എ ടൂറിസ്റ്റ്. അവിടുത്തെ കൾച്ചർ അറിഞ്ഞ്, അവിടുത്തെ റിയൽ ഫുഡ് എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലുള്ള ഫേമസ് സാധനം അങ്ങനെയല്ല, നമ്മുടെ ലോക്കൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെയൊക്കെ ഫുഡില്ലേ, അപ്പോൾ അവരുടെ ലോക്കൽസിൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ സമയപരിധികൾ കാരണം ഇതൊന്നും പറ്റാറില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്ത കുട്ടി ലൈക്ക് ക്ലൈമറ്റ് അവയർനെസ്, അവൻ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു നടത്തമാണ്. ഓക്കെ, അതേപോലെ ഇപ്പം ഞാൻ കണ്ട ഈ സ്വീഡനിലുള്ള കുട്ടി, അവൾ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച്, ഞാൻ ചോദിച്ചു ഹൗ ഡു യു മാനേജ് യുവർ ഫിനാൻസസ് വൈൽ ട്രാവലിംഗ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സേവിങ്സ് വെച്ചിട്ടാണ് ലൈക്ക് ഷീ ഈസ് വേസ്റ്റിംഗ് ഓൺ ദാറ്റ് മണി എന്ന് അവൾ ലിറ്ററലി അതാ പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ആഫ്റ്റർ ഓൾ കാരണം നമുക്ക് പൈസ അതാണ് റിച്ച് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചിലരുണ്ട്, എനിക്കറിയുന്ന പല ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഭയങ്കര സേവ് ചെയ്ത് ഭയങ്കര ഒരിതുണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യത്തുള്ളൂ. ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ മാക്സിമം എന്താ പറയുക, ഇതായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുക, അല്ലാത്ത സ്ഥലങ്ങളിൽ ചിലവ് ചുരുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ബ്ലൂ ഗ്രൊത്തോ പോകണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ലെമൺ സോർബെ കഴിക്കണം എന്നുള്ളത് ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. അതേസമയം
ഇപ്പം എനിക്ക് നോർമൽ ഫുഡ് കഴിക്കണമെങ്കിൽ എനിക്ക് വേറെ പല ലോക്കൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, എക്സ്പെൻസീവ് അല്ലാത്ത പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞത് നമ്മൾക്ക് എന്തിന് സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് ട്രാവലിന് സ്പെൻഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ചിലർക്ക് ഹോസ്റ്റലൊന്നും പറ്റത്തില്ല, പ്രൈവറ്റ് റൂം തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാം. അതേസമയം എനിക്കെന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് ജസ്റ്റ് ഉറങ്ങാനും ഫ്രഷ്നപ്പ് ആവാനും ഒരു സ്ഥലം വേണം. അപ്പോൾ എനിക്ക് പ്രൈവറ്റ് റൂം എടുക്കുന്നതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. എനിക്ക് കൈൻഡ് ഓഫ് നഷ്ടം തന്നെയാണ്. കാരണം ഉറങ്ങാൻ വേണ്ടി മാത്രം മോസ്റ്റ്ലി ഞാൻ പോവാം റൂമിൽ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട്. കുറച്ച് പീസ്ഫുൾ ആയിട്ടുണ്ട്, കാരണം അങ്ങോട്ട് പോയി ഭയങ്കര ക്രൗഡാണ്. എനിക്ക് അത്ര ക്രൗഡ് വേണ്ട, അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ബേസിക്കലി ഇത് ഈ ഒരു മരം പോലത്തെ സാധനം സ്റ്റോണിൽ കണ്ടോ, അവിടെ അവരിങ്ങനെ കയറിട്ടിട്ട് അതിങ്ങനെ റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇത് പോകുന്നത്. നോട്ട് ലൈക്ക് ദ ആങ്കർ പോലത്തെ സാധനമല്ല ഇതിൽ കണ്ടേക്കുന്നത്. അവരത് ഈ ഒരു സാധനം ത്രോ ചെയ്തു. അതിന്ന് ഐ വിൽ ഷോ യു ഓവർ ഹിയർ. സോ ഐ തിങ്ക് ഹീസ് ഗോണ ത്രോ അഗൈൻ. യാ ഓക്കെ. എന്നിട്ട് കണ്ടോ, എന്നിട്ട് അവരിത് ഇങ്ങനെ കെട്ടിവെക്കും. അവർ പ്രിപ്പയർ ചെയ്തു കേട്ടോ, ലൈക്ക് ആ മെറ്റൽ സാധനമൊക്കെ എടുത്ത് വെച്ചു. ലൈനായിട്ട് പോകേണ്ട പരിപാടികളല്ലേ, കാരണം ഇത് ഇപ്പോഴാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഞാൻ മുന്നേ ജസ്റ്റ് അവിടെ എത്തിയത് കൊണ്ട് തന്നെ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ലൈനിൻ്റെ ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഐ തോട്ട് ഓഫ് റെക്കോർഡിങ് ഇറ്റ് ആസ് വെൽ. സോ ദേ ഇപ്പോൾ ഓൾറെഡി ഉള്ള പാസഞ്ചേഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം സ്മൂത്തായി പോടുമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ, പണി കിട്ടി. ഇത് 6:40ക്കാണ് എൻ്റെ ഫെറി ഉള്ളത്. സോ യെസ്, 6:40ക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി. നൗ ഐ ആം ലൈക്ക്, എൻ്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ കുട്ടിക്ക് ചാർജ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം ഞാൻ മൊത്തത്തിൽ ആണോ ലെറ്റ്സ് സീ. ദ തിങ് ഈസ് ടൊറന്റോയിലേക്ക് കുറേ ഇതുണ്ട്. Some stupid people looking anyways. So ടൊറന്റോയിലേക്ക് കുറേ ഫെറീസ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് കമ്പനി. എൻ്റെ ഈ കമ്പനി വന്നാലേ എനിക്കിനി പോകാൻ പറ്റത്തുള്ളൂ. 6:40 വരെ ഒന്നും ചെയ്യാനില്ല, ഫോണും തോണ്ടാൻ പറ്റില്ല, ചാർജില്ല, കാരണം എനിക്ക് ഹോസ്റ്റൽ വരെ എത്തേണ്ടതാണ്. അപ്പം ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചിരി ഇതും കഴിച്ചിരിക്കുക അവിടെ. ഇങ്ങനെ ആലോചിക്കുകയായിരുന്നേ, ഇതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരും, എന്ത് രസമാണ്. പക്ഷെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒന്ന് ടൗൺ, ഐ മീൻ ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് വേറെ തന്നെ ഈ ഐലൻഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവരുടെ ലൈഫ്. ഐ കാൺട്ട് ഈവൻ ഇമാജിൻ സച്ച് ലൈഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കാണാനും വരാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒറ്റപ്പെട്ട പോലെയുള്ള ജസ്റ്റ് ഇമാജിൻ, ഓക്കെ ഈ ഒരു സമയത്ത് ടൂറിസ്റ്റിയാണ്, എല്ലാം ആണ്, ആൾക്കാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. ഓ മൈ ഗോഡ്, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിവേസ് ഞാനിപ്പോൾ എന്താ ജലാത്തൊക്കെ കഴിച്ച് ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അധികം ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് കളയുന്നില്ല. ഐ മീൻ എൻ്റെ മറ്റേ ഫോണാണ് ഡാറ്റയും മാപ്പൊക്കെ ഉള്ളത്. സോ അതിൻ്റെ ചാർജ് ഞാൻ അധികം കളയാണ്ട് വെക്കുന്നുണ്ട്. ഇനിയും 1 more hour ഉണ്ട് എനിക്ക്. ഹോപ്പ്ഫുള്ളി ഞാൻ കറക്റ്റ് ഫെറി എടുത്ത് കറക്റ്റായിട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് കാലുമായിട്ട് വെള്ളത്തിൽ നോക്കിയിരിക്കുക കൊള്ളാം കേട്ടോ. സൺസെറ്റൊക്കെ കാണാം. ഞാനേ ഒരു വീട് കാണിച്ചു തരാമേ, കണ്ടോ അതുപോലെ വേറൊരു വീട് കാണിച്ചു തരാമേ. അയ്യോ എന്താ ലൈറ്റ് ഇല്ലാത്ത, കാണുന്നുണ്ടോ? എത്ര ഒറ്റപ്പെട്ടിട്ടാലേ ആ മേലെയുള്ള വീടുകളൊക്കെ ഉള്ളത്. ഐ മീൻ ഇപ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക, നേരത്തെ ലൈറ്റ് മറിഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ ആ ലൈറ്റിൻ്റെ ബാക്കിലുള്ളത്. എൻ്റെ അമ്മേ, അവരൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ നിൽക്കുന്നുണ്ടാവുക. എനിക്ക് ആലോചിച്ചിട്ടേ എനിക്ക് ടെൻഷനാവണു. എന്ന് വെച്ചാൽ ഭയങ്കര സൊസൈറ്റിനൊക്കെ മാറി. ഐ മീൻ ഇപ്പം നമ്മളെല്ലാം മടുത്ത് പോയി നിൽക്കുന്നതും അങ്ങനെ തന്നെ ആവുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എനിക്കറിയില്ല ശരിക്കും ആൾക്കാർ അവിടെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടാവുമോ നിൽക്കുന്നതെന്നുള്ളത്. എന്തായാലും ഞാൻ കുറേ സമയം കടൽ നോക്കിയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.
മീനും ഞാനും എൻ്റേതായ സമയത്തേക്കിന് സ്പെൻഡ് ചെയ്യായിരുന്നു. സോ ഐ ഡോണ്ട് നോ, ഒരു ഇത് വരുന്നുണ്ട്, മേ ബി അതായിരിക്കാം. 6:40 ആവാറായി. സോ ഇറ്റ് ക്യാൻ ബി ദാറ്റ്, അറിയില്ല. എന്താണെങ്കിലും കാപ്രീനോട് ബൈ ബൈ പറയാൻ സമയമായി. സോ ഇറ്റ് വാസ് നൈസ്. കുറച്ച് ടൂറിസ്റ്റി ആണെങ്കിലും നല്ല പ്ലേസസ് ആണ്. എനിക്ക് ഞാൻ പറഞ്ഞ ബ്ലൂ ഗ്രോത്ത് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് മൊത്തത്തിൽ ഒരു സ്ട്രീറ്റും സിറ്റിയും ഒക്കെ കാണാൻ രസമുണ്ട്. ഐ മീൻ സിറ്റി ഒന്നും പറയാൻ പാടില്ല, ഐലൻഡാണ്. സോ യാ, സോ ഇറ്റ് വാസ് എ നൈസ് ടൈം. കുഴപ്പമില്ല. അപ്പം അടുത്ത അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നിനി കാര്യമായിട്ട് അഡ്വഞ്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല എനിക്ക്. ഇപ്പോൾ കിട്ടിയത് തന്നെ മതിയായിട്ടിരിക്കുകയാണ്. ദൈവമേ, അങ്ങനെ ഫൈനലി ഇത് ഈ കാരിമാൾ എന്നുള്ളൊരു കമ്പനി കിട്ടി. സോ അതാണിത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. കാരണം ചോദിക്കുമ്പോഴൊക്കെ അവർ ഇവിടെയല്ല അവിടെയാണ്, ഇവിടെയല്ല ഇവിടെ. എന്ത് കൺഫ്യൂസിങ് ആയിരുന്നു എന്നറിയോ. ലാസ്റ്റ് സമാധാനം വന്നു. ഇത് we will try to properly observe this thing. എന്താ എൻ്റെ അമ്മേ, പൊല്യൂഷൻ നോക്ക്. ഓക്കെ, നമുക്കിതെന്താണെങ്കിലും പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കാം എന്താണ് അവർ ചെയ്യുന്നത്. ഇതിലൊക്കെ ഇനി അറിയാൻ പറ്റും അവർ ആങ്കറാണോ വേറെ വല്ലതുമാണോ ഇടണേന്ന് നോക്കാം. ലെറ്റ്സ് സീ. അത് ഓട്ടോമാറ്റിക്കലി തുറന്നു വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പം നടക്കാനുള്ള ഇതാണല്ലോ അത്. സോ ദേ അവരതേ സാധനം താത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആ കയറവയെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് എനിക്ക് കാണേണ്ടത് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, സോ ആ കയറിലാണ് ഈ കയറ്, അതാണ് സംഭവം. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. നൗ ഇറ്റ്സ് ഫൈൻ. എന്നിട്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ഓക്കെ, നൈസ്. ഇപ്പം എല്ലാം ക്ലിയർ ആയി. അവരവിടെ പ്ലേസ് എഴുതിയിട്ടുണ്ട്, സമയം എഴുതിയിട്ടുണ്ട്. 6:40ക്കുള്ള ഫെറിയാണ്. എവിടെ ഉണ്ട്? 6:40ക്കുള്ള ഫെറിയാണ്. ഓക്കെ, ആൾക്കാരൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിലുള്ള കാറ് പരിപാടികളൊക്കെ പുറത്ത് വരും. അപ്പം നമുക്ക് പിന്നെ കയറാം. ഓക്കെ, ഇതിവിടെ കെട്ടി വെച്ചിട്ട് ആ സാധനം പിന്നെ അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം പിന്നെ ലൈക്ക് ഇത് പോകുന്ന സമയത്ത് അവർ ഇത് വലിച്ചാൽ, അതായത് ഈ കയറ് ലൂസൺ ചെയ്താൽ അവർക്കതെടുത്ത് മേലത്തേക്കിനെ വെക്കാമല്ലോ. സോ ഇതാണ് ഇപ്പോൾ സിമ്പിൾ ടെക്നിക്കാണ്. പക്ഷേ എങ്കിൽ നമ്മൾ അത്ര ഓർക്കത്തില്ലല്ലോ. കാരണം ഇതൊന്നും നമ്മളങ്ങനെ കാണുന്ന സംഭവം, ഐ മീൻ കാണുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്ന സംഭവമല്ലല്ലോ. എത്ര വണ്ടികളെന്ന് അറിയാതെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ലേ. എന്നിട്ട് ഈ ഒരു മാറ്റ് പോലത്തെ വെച്ചിട്ട് കുറച്ച് റഫായിട്ടുള്ള സാധനം വെച്ചപ്പോഴാണ് ഇതിങ്ങനെ പോകുന്നത്. കാരണം അതിങ്ങനെ ബെൻഡായിട്ട് നിൽക്കുമ്പോൾ എല്ലാത്തിൻ്റെ അടി തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി കയറി, മോളെ കയറി. ആരും സീറ്റ് പിടിക്കേണ്ട ഓട്ടത്തില്ല. എനിക്കങ്ങനെ ഓട്ടമൊന്നുമില്ല. എന്താണെങ്കിലും എന്താ. ഗൈസ്, സൺസെറ്റ് ആവുകയാണ്. ആൻഡ് നോക്ക്, എനിക്ക് ഇതുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇറ്റ്സ് സോ നൈസ്. ഇപ്പം സമയം 7:09. See this guys, it's amazing. കുറച്ചും കൂടെ വൃത്തിയാണ് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൺസെറ്റ് കാണുന്നത്. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും കയറാനുണ്ടായിരുന്നു. ആക്ച്വലി ബസ് ജസ്റ്റ് മിസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്തതിന് വെയിറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനെക്കാളും നടക്കണതാണ് നല്ലതെന്ന്. പക്ഷെ നല്ല നടത്തായിരുന്നു. ബട്ട് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വ്യൂ ആയിരുന്നു. കണ്ടോ, ഇന്നലെ ഞാൻ കാണിച്ച വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നില്ലേ, ഇതേ ഈ സീൻ്റെ അവിടെ നിന്നാണ് ഇത്രയും മേലെ കയറി വന്നത് കേട്ടോ. പല പല ലെവലിൽ അവിടെ സ്റ്റെപ്സിലൂടെ. അപ്പോൾ ഇത്രയും ലെവലിൽ കയറി വരണം ഞാൻ ഇന്നലെ വിചാരിച്ചു. ഇന്നലെ ഞാൻ മടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ താഴെയേ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ താഴേന്ന് മേലെ കയറേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കാരണം നല്ല സീനറി ആയിരുന്നു. ലൈക്ക് ഈ വാൾസൊക്കെ ഇല്ലേ, ഞാൻ ചെറുതും കാണാൻ ഭംഗിയില്ല, പക്ഷെ ആ സൈഡിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഐ ഫൈനലി മെയ്ഡ് ഇറ്റ് ടു ദി ഹോസ്റ്റൽ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. നോച്ചി സൊറൻറ്റോ സ്റ്റൈലിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൊറൻറ്റോയിൽ വന്നിട്ട് സൊറൻറ്റോ സ്റ്റൈലിലുള്ള നോച്ചി കഴിച്ചേക്കാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. അതിൻ്റെ കൂടെ ഞാനൊരു സ്പൈസി ചിക്കൻ വിങ്സ് വിത്ത് ഫ്രൈസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് അത്രേ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്തിനാ നമ്മളായിട്ട് കുറയ്ക്കണേ. എന്നെ കണ്ടിട്ട് ഇന്ത്യനാന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ഈ സ്പൈസി ചിക്കൻ വിങ്സ് പറഞ്ഞ്.
നോച്ചി വന്നിട്ടുണ്ട് ഗൈസ്. നോച്ചി എന്ന് വെച്ചാലുണ്ടല്ലോ മറ്റേ ഒരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ അതാണ് ഈ നോച്ചി എന്ന് പറയുന്നത്. ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്രത്തോളം ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫ്രോസൺ ആയിരുന്നു ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നോച്ചി. ഓക്കെ ഓക്കെ കേട്ടോ. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഐ സീരിയസ്ലി ഡോണ്ട് നോ. പക്ഷേ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ടുണ്ട്. അതാണ് മയോ കെച്ചപ്പൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. ഞാൻ നേരത്തെ ചെയ്തു എന്ന് വിചാരിച്ചു. പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തത്. അപ്പം ഞാൻ കുളിച്ച് ഫ്രഷനപ്പായി. ഇനി ഉറങ്ങണം. ഉറക്കക്ഷീണം ഉണ്ടല്ലേ മുഖത്ത്. കണ്ണൊക്കെ ഇങ്ങനെ ഇട്ടിങ്ങിരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ. ഇഫ് ഐ എം ട്രാവലിംഗ് ഐ എം ഓക്കെ. എന്ത് അസുഖമാണെങ്കിൽ ഒന്നും എനിക്കൊരു വിഷയമല്ല. ഓക്കെ. സോ അത്രയ്ക്കേ ഉള്ളൂ. അയ്യോ ഇനിയൊന്നും വരാണ്ടിരിക്കട്ടെ ഞാനങ്ങനെ പറഞ്ഞിട്ട്. അന്ധവിശ്വാസം എന്താണെങ്കിലും വിളിച്ച, പക്ഷേ നമ്മളിങ്ങനെ അറിയാണ്ട് പോലെ നെഗറ്റീവ് അടിക്കരുതെന്ന് പറയില്ലേ. സോ അതാണ്. അപ്പം കാര്യമായിട്ട് വേറെയൊന്നുമില്ല. അപ്പം നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ please don't forget to like, share and subscribe. Ciao, ciao.